നെറ്റ്വർക്ക് ന്യൂസ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അറേബ്യൻ ജ്വല്ലേഴ്സ് പയ്യന്നൂർ ആൻഡ് തൃക്കരിപ്പൂർ, കല്ലറക്കൽസ് ഗോൾഡ് പാർക്ക് പയ്യന്നൂർ, സ്കൈ ഗോൾഡ് പത്തരമാറ്റിന്റെ ആത്മബന്ധം, സുനിത ഫർണിച്ചർ, സുനിത ടവർ, താവക്കര, കണ്ണൂർ. നമസ്കാരം, നെറ്റ്വർക്ക് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. തദ്ദേശ ഭരണ തിരഞ്ഞെടുപ്പ് പത്രിക സൂക്ഷ്മ പരിശോധന പൂർത്തിയായി. പയ്യന്നൂരിൽ 2 പത്രികകൾ വരണാധികാരി തള്ളി. പയ്യന്നൂരിൽ LDF തിരഞ്ഞെടുപ്പ് കൺവെൻഷൻ പി കരുണാകരൻ MPയും UDF കൺവെൻഷൻ സതീശൻ പാച്ചേനിയും ഉദ്ഘാടനം ചെയ്തു. ഒക്ടോബർ 15 അന്താരാഷ്ട്ര കൈകഴുകൽ ദിനം. സ്കൂളുകൾ കേന്ദ്രീകരിച്ച് വൈവിധ്യമാർന്ന പരിപാടികൾ. പാഠപുസ്തക വിതരണത്തിന്റെ 2ാം ഘട്ടവും അവതാളത്തിൽ. വിദ്യാർത്ഥികൾ ആശങ്കയിൽ. മാഹിയിൽ നിന്നും ബസിൽ കടത്തുകയായിരുന്ന 35 കുപ്പി വിദേശ മദ്യം പെരിങ്ങോം SIയും സംഘവും പിടിച്ചെടുത്തു. വാർത്തകൾ വിശദമായി. ആദ്യം തിരഞ്ഞെടുപ്പ് വിശേഷങ്ങൾ. പയ്യന്നൂർ നഗരസഭ നാമനിർദ്ദേശ പത്രിക സൂക്ഷ്മ പരിശോധനയിൽ 2 UDF സ്ഥാനാർത്ഥികളുടെ പത്രിക വരണാധികാരി തള്ളി. 11ാം വാർഡിലെ ഉഷ AV, 37ാം വാർഡിലെ KP ബിന്ദു എന്നിവരുടെ പത്രികയാണ് തള്ളിയത്. ഇതോടെ 11ാം വാർഡിലെ LDF സ്ഥാനാർത്ഥി വനജാക്ഷി എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെടും. പയ്യന്നൂർ നഗരസഭ 11ാം വാർഡായ മണിയറയിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി ഉഷ AVയുടെ പത്രികയാണ് സൂക്ഷ്മ പരിശോധനയിൽ തള്ളിയത്. നാമനിർദ്ദേശ പത്രിക 2ാം ഫോറത്തിലെ അവ്യക്തതയാണ് സ്ഥാനാർത്ഥിക്ക് തിരിച്ചടിയായത്. വാർഡിൽ ഡമ്മി സ്ഥാനാർത്ഥിയെ നിർത്താത്തതും UDFന് പ്രതികൂലമായി. ഇതോടെ 11ാം വാർഡിലെ LDF സ്ഥാനാർത്ഥി വനജാക്ഷി എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെടുമെന്ന് ഉറപ്പായി. വിഷയത്തിൽ കോടതിയെ സമീപിക്കാനാണ് UDF നേതൃത്വത്തിന്റെ തീരുമാനം. നഗരസഭ 37ാം വാർഡായ ശാന്തിഗ്രാമിലെ UDF സ്ഥാനാർത്ഥി ബിന്ദുവിന്റെ നാമനിർദ്ദേശ പത്രികയും സൂക്ഷ്മ പരിശോധനയിൽ തള്ളപ്പെട്ടു. സർക്കാർ ഓണറേറിയം കൈപ്പറ്റുന്നുവെന്ന് ചൂണ്ടിക്കാട്ടിയാണ് പത്രിക തള്ളിയത്. അതുകൊണ്ട് തന്നെ വാർഡിലെ UDF ഡമ്മി സ്ഥാനാർത്ഥി പ്രിയ PV ഔദ്യോഗിക സ്ഥാനാർത്ഥിയാകും. സ്ഥാനാർത്ഥികളുടെ നാമനിർദ്ദേശ പത്രിക സൂക്ഷ്മ പരിശോധന കഴിഞ്ഞു. തൃക്കരിപ്പൂരിൽ മൊത്തം 151 സ്ഥാനാർത്ഥികളുടെ പത്രികകളാണ് രാജേന്ദ്രൻ മുൻപാകെ പരിശോധനയ്ക്ക് എത്തിയത്. തൃക്കരിപ്പൂർ പഞ്ചായത്തിലെ 21 വാർഡുകളിലായി UDF, LDF, BJP, INL, SNDP തുടങ്ങിയ രാഷ്ട്രീയ പാർട്ടികളുടെയും സ്വതന്ത്ര സ്ഥാനാർത്ഥികളുടേതുമായി 151ഓളം സ്ഥാനാർത്ഥികളുടെ പത്രികാ പരിശോധന പൂർണ്ണമായി. വരണാധികാരി രാജേന്ദ്രന്റെ മുൻപാകെ നടന്ന പരിശോധനയിൽ 78 പത്രികകൾ വനിതാ സ്ഥാനാർത്ഥികളുടേതാണ്. പത്രികകൾ മുഴുവനും സ്വീകരിച്ചതായും വരണാധികാരി അറിയിച്ചു. പത്രിക പിൻവലിക്കാനുള്ള അവസാന തീയതി ഒക്ടോബർ 17 നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. അധികാര വികേന്ദ്രീകരണം തകർക്കാൻ ശ്രമിക്കുന്നവർക്കെതിരെയുള്ള വിധിയെഴുത്താവണം തദ്ദേശ തിരഞ്ഞെടുപ്പെന്ന് പി കരുണാകരൻ MP. പയ്യന്നൂരിൽ LDF നഗരസഭാ തിരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു MP. അധികാര വികേന്ദ്രീകരണം തകർക്കാനുള്ള കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ നയത്തിനെതിരെയുള്ള വിധിയെഴുത്തലായി തദ്ദേശ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പ് മാറണമെന്ന് CPIM കേന്ദ്ര കമ്മിറ്റി അംഗം പി കരുണാകരൻ MP പറഞ്ഞു. ആദ്യഘട്ടത്തിൽ വാർഡ് ഡിവിഷൻ പൂർണ്ണമായിട്ടും ഒഴിവാക്കപ്പെട്ടു. പക്ഷെ പിന്നീട് 28 പുതിയ മുനിസിപ്പാലിറ്റികൾ രൂപം നൽകി. ആ 28 പുതിയ മുനിസിപ്പാലിറ്റികൾ കൂടി വോട്ടവകാശം ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ഓരോ മാസത്തേക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷനും ഗവൺമെന്റും യോജിച്ച് ഹൈക്കോടതിയിൽ ഹർജി സമർപ്പിക്കുകയാണ് ചെയ്തത്. അപ്പോഴും ഹൈക്കോടതി പറഞ്ഞത് ഞങ്ങൾ ഇതിൽ ഇടപെടുന്നില്ല, ഇത് പൂർണ്ണമായിട്ടും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചുമതലയിൽപ്പെട്ട അധികാരത്തിൽപ്പെട്ട വിഷയമാണെന്നുള്ളത്. ആദ്യഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചൂണ്ടിക്കാണിച്ച അതേ വസ്തുത യഥാർത്ഥത്തിൽ പിന്നീടും നടപ്പിലാക്കാൻ കഴിയേണ്ടതായിരുന്നു. അത്തരമൊരു പോരായ്മ ഉണ്ട് എന്നുള്ളത് തീർച്ചയായിട്ടും നമ്മൾ തിരിച്ചറിയാം. കേന്ദ്രത്തിൽ അധികാരത്തിൽ വന്ന BJP സർക്കാർ ആദ്യം പ്ലാനിംഗ് കമ്മീഷനെ പിരിച്ചുവിട്ട് അധികാര കേന്ദ്രീകരണത്തിനാണ് ശ്രമിച്ചത്. രാജ്യത്തിന്റെ വികസനം പ്രധാനമന്ത്രിയിലും ധനമന്ത്രിയിലും കേന്ദ്രീകരിക്കുന്ന അവസ്ഥയിലേക്കാണ് നാട് പോകുന്നത്. ലോകവിപണിയിൽ പെട്രോളിയത്തിന്റെയും ഡീസലിന്റെയും വില കുറച്ചപ്പോൾ ഇന്ത്യയിൽ വില കുറക്കാൻ തയ്യാറായില്ല. അതിനാൽ സാധാരണക്കാർക്ക് അതിന്റെ ഗുണം ലഭിച്ചില്ല. കേരളത്തിൽ LDFനെ തകർക്കാൻ
പുതിയ വഴി തേടുകയാണ് UDFും സംഘപരിവാറും. SNDPയെ BJPയുടെ കൂടാരത്തിലേക്ക് കൊണ്ടുപോകാനുള്ള വെള്ളാപ്പള്ളിയുടെ ശ്രമം സാംസ്കാരിക കേരളത്തിൽ നടക്കില്ലെന്നും ശ്രീനാരായണ ഗുരുവും EMSുമെല്ലാം വളർത്തിയെടുത്ത നവോത്ഥാന മൂല്യങ്ങൾ ഇല്ലാതാക്കാൻ ഒരു നടേശനും കഴിയില്ലെന്നും P. കരുണാകരൻ MP പറഞ്ഞു. CPIM പയ്യന്നൂർ ഏരിയ സെക്രട്ടറി TI മധുസൂദൻ അടക്കം നിരവധി നേതാക്കൾ കൺവെൻഷനിൽ സംബന്ധിച്ചു. UDF സ്ഥാനാർത്ഥികളെ ഭീഷണിപ്പെടുത്തി പിന്തിരിപ്പിക്കാനാണ് LDFന്റെ ശ്രമമെന്ന് KPCC ജനറൽ സെക്രട്ടറി സതീശൻ പാച്ചേനി. പയ്യന്നൂരിൽ UDF തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഇന്ന് ഏറ്റവും ശക്തമായിട്ടുള്ള അധികാര വികേന്ദ്രീകരണം യാഥാർത്ഥ്യമാക്കിക്കൊണ്ടാണ് കേരളത്തിലെ ഗവൺമെന്റ് മുന്നോട്ട് പോയിരിക്കുന്നത്. തകർന്നു പോകുന്ന നമ്മുടെ ഗ്രാമീണ റോഡുകളെ പുനരുദ്ധരിക്കാൻ വേണ്ടിയിട്ടുള്ള ഫണ്ടുകൾ അതിന് മുൻതൂക്കം കൊടുത്തുകൊണ്ടുള്ള ഏറ്റവും ശക്തമായ നടപടികൾ. തീർച്ചയായിട്ടും ജനാധിപത്യ മുന്നണി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം അത് ത്രിതല പഞ്ചായത്തിലൂടെ നടപ്പിലാക്കാൻ വേണ്ടിയിട്ടുള്ള ശക്തമായ നടപടികളുമായി മുന്നോട്ട് പോകും. എവിടെയും എല്ലാ മേഖലയിലും സമതുലിതമായ വികസനമാണ് UDF ലക്ഷ്യം വെക്കുന്നത്. അധികാര വികേന്ദ്രീകരണത്തിന്റെ അവകാശികളായി സ്വയം പ്രഖ്യാപിക്കുന്ന LDFകാർ മനസ്സിലാക്കേണ്ടത് ഇപ്പോഴത്തെ UDF സർക്കാരാണ് ഏറ്റവും താഴെത്തട്ടിലേക്ക് വികസനം എത്തിക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്നത് എന്നാണ്. കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സതീശൻ പാച്ചേനി അവകാശപ്പെട്ടു. ആന്തൂരിൽ മാത്രമല്ല പറ്റാവുന്നിടത്തെല്ലാം UDF സ്ഥാനാർത്ഥികളെ ഭീഷണിപ്പെടുത്തി പിന്തിരിപ്പിക്കാനാണ് LDF ശ്രമിക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ശ്രീവത്സം ഓഡിറ്റോറിയത്തിൽ നടന്ന കൺവെൻഷനിൽ KA ഷുക്കൂർ ഹാജി അധ്യക്ഷത വഹിച്ചു. മണ്ഡലം പ്രസിഡന്റ് K. ജയരാജ്, K. രാജൻ, K. മുരളി, AP നാരായണൻ, അഡ്വക്കേറ്റ് ബ്രിജേഷ് കുമാർ, അഡ്വക്കേറ്റ് ഷാഹുൽ ഹമീദ്, AD മുസ്തഫ, സജിത് ലാൽ, നാരായണൻകുട്ടി, അഡ്വക്കേറ്റ് റഷീദ് കവായ് തുടങ്ങിയവർ സംസാരിച്ചു. ഇനി അങ്കത്തട്ട്. വികസന കുതിപ്പിൽ ഏഴോം ഗ്രാമപഞ്ചായത്ത്. കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ മുഴുവൻ വാർഡും LDFനായിരുന്നു. ചരിത്രം ആവർത്തിക്കാൻ LDF ഇറങ്ങുമ്പോൾ ചരിത്രം തിരുത്താനാണ് UDFന്റെ ശ്രമം. കാർഷിക വൃത്തിയിലൂന്നിയ ഭരണമായിരുന്നു LDFന്റേത്. ജില്ലയുടെ നെല്ലറയാണ് ഏഴോം ഗ്രാമപഞ്ചായത്ത്. 800 ഹെക്ടർ നീണ്ടു നിൽക്കുന്ന കൈപ്പാട് കൃഷിയിൽ 100 മേനി വിളയിക്കാൻ പഞ്ചായത്തിന്റെ ഭരണനേട്ടമായി ഇവർ വിലയിരുത്തുന്നു. കൈപ്പാട് കൃഷിക്ക് ഭൗമസൂചിക പദവി ലഭിച്ചതും ഏഴോം 1, ഏഴോം 2, ഏഴോം 3, ഏഴോം 4 വിത്തുകളുടെ കണ്ടുപിടുത്തവുമെല്ലാം ഈ രംഗത്തുള്ള നേട്ടങ്ങളാണ്. ഉൾനാടൻ മത്സ്യകൃഷിയിൽ നടപ്പാക്കിയ പദ്ധതികളിൽ വിജയം കണ്ടെത്തി. സംസ്ഥാന സർക്കാരിൻ്റെ മത്സ്യകൃഷി അവാർഡ് പഞ്ചായത്ത് കരസ്ഥമാക്കി. കാർഷിക രംഗത്ത് യന്ത്രവൽക്കരണം നടപ്പാക്കുന്നതിൻ്റെ ഭാഗമായി ആഗ്രോ സർവീസ് സെന്റർ പ്രവർത്തനം ആരംഭിച്ചു. പഴയങ്ങാടിയിൽ മാർക്കറ്റ്, കോട്ടക്കീലിൽ ഫിഷ് ലാൻഡിംഗ് സെന്ററും കെട്ടിടവും റോഡും നിർമ്മിച്ചു. പഴയങ്ങാടി ബസ് സ്റ്റാൻഡ് നവീകരണത്തിൻ്റെ ഭാഗമായി റോഡിൻ്റെ ഒരു ഭാഗം കോൺക്രീറ്റ് ചെയ്തു. നീർത്തട മാസ്റ്റർ പ്ലാനും ജൈവവൈവിധ്യ രജിസ്റ്ററും പ്രസിദ്ധീകരിച്ചു. ഏഴോത്തിൻ്റെ സമഗ്ര ചരിത്രം പ്രസിദ്ധീകരിച്ചു. കുടിവെള്ളക്ഷാമം പരിഹരിക്കാൻ വിവിധ ശുദ്ധജല പദ്ധതികൾ നടപ്പാക്കി. കുടുംബശ്രീയെ ശക്തിപ്പെടുത്തി. 40 അംഗങ്ങൾ ചേർന്ന് അപ്പാരൽ പാർക്ക് സ്ഥാപിച്ചു. ആശ്രയ പദ്ധതി നടപ്പാക്കി. കഴിഞ്ഞ 5 വർഷക്കാലം വികസന രംഗത്ത് ഏറെ മുന്നേറാൻ സാധിച്ചുവെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് CV കുഞ്ഞിരാമൻ പറഞ്ഞു. സ്ഥായിയായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗം കൃഷിയാണ്. അത് നമ്മൾ ഈ പുതിയ പരിസ്ഥിതിയിൽ കഴിവിൻ്റെ പരമാവധി ഉൽപാദനം നെൽകൃഷി വർദ്ധിപ്പിക്കേണ്ട കാര്യം പറഞ്ഞുകൊണ്ടിരുന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞൊരു മന്ത്രം പോലെ ഉരുവിട്ടുകൊണ്ടിരുന്നിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മളെ ഇതിലൊക്കെ കാണുന്നത് പോലെ ഒരു 178 ഏക്കറാണ് ഈ ഭരണസമിതി അധികാരത്തിൽ വരുമ്പോഴുള്ളതിനേക്കാൾ കൂടുതൽ. അപ്പോൾ അതൊരു വലിയ പുരോഗതിയായിട്ടാണ്, പുതിയ പരിസ്ഥിതിയിൽ അതൊരു വലിയ പുരോഗതിയായിട്ടാണ് നമ്മൾ കാണുന്നത്. വികസന മുരടിപ്പാണ് ഏഴോം ഗ്രാമപഞ്ചായത്ത് കാഴ്ചവെച്ചത് എന്ന് UDF കുറ്റപ്പെടുത്തുന്നു. ഇതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് പഴയങ്ങാടി ബസ് സ്റ്റാൻഡിലെ ടൂറിസം ഫെസിലിറ്റി സെന്റർ, മുട്ടുകണ്ടി റോഡ് എന്നിവയെന്ന് യൂത്ത് കോൺഗ്രസ് നേതാവ് ഹബീബ് പറഞ്ഞു. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് പഴയങ്ങാടി ബസ് സ്റ്റാൻഡിൻ്റെ റോഡ്. നിങ്ങൾക്കെല്ലാം അറിയുന്നതാണ്. അവിടെ ലക്ഷക്കണക്കിന് റുപ്യ വരുമാനമുള്ള ഏഴോം പഞ്ചായത്ത് ആ റോഡിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും കുണ്ടും കുഴിയും നിറഞ്ഞ ഒരവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത്. പിന്നെ പറയുകയാണെങ്കിൽ മുട്ടുകണ്ടി റോഡിന് UDF സർക്കാർ ബസ് വരെ അനുവദിച്ചതാണ്. അതുപോലും ഏഴോം പഞ്ചായത്തിന് നിലനിർത്തിക്കൊണ്ടുപോകാൻ സാധിച്ചിട്ടില്ല. നിലവിൽ 14 സീറ്റും LDFനാണ്. പഞ്ചായത്ത് ഭരണം LDFന്റെ കുത്തകയാണ്. ഇക്കുറി കാറ്റ് മാറി വീശുമോ? കാത്തിരിക്കാം. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി.
രാഷ്ട്രീയ ചൂതുകളിയിൽ രക്തബന്ധം മറന്ന് ഒരു കുടുംബത്തിലെ 4 പേർ. ഈസ്റ്റലേരി പഞ്ചായത്തിലെ 13, 14 വാർഡുകളിലാണ് ഒരേ കുടുംബത്തിലെ 4 പേർ മത്സരിക്കുന്നത്. കമ്പല്ലൂർ, കൊല്ലാട വാർഡുകളിൽ ആര് വിജയിക്കണമെന്ന് തീരുമാനിക്കുന്നതിൽ 50-ലധികം വോട്ടുകളുള്ള CP കുടുംബത്തിന് നിർണായകമായ പങ്കാണുള്ളത്. അതുകൊണ്ട് തന്നെ സ്ഥാനാർത്ഥി നിർണയത്തിലും ഈ കുടുംബത്തിന് വലിയ പങ്കുണ്ട്. വനിതാ സംവരണ സീറ്റായ കമ്പല്ലൂരിൽ UDF സ്ഥാനാർത്ഥിയാക്കിയത് CP കുടുംബത്തിലെ മരുമകളായ ലത സുകുമാരനെയാണ്. അങ്ങനെ വരുമ്പോൾ 50-ലധികം വോട്ടുകൾ ലതയിലേക്ക് മാറുമെന്ന് കണ്ട LDF ഈ കുടുംബത്തിലെ മകളായ സുലോചനയെ കണ്ടെത്തി. ഇവർ തമ്മിലുള്ള മത്സരം കടുക്കുമ്പോൾ തൊട്ടടുത്ത വാർഡായ കൊല്ലാടയുടെ സ്ഥിതിയും മറിച്ചല്ല. CP കുടുംബത്തിലെ ഏറ്റവും മുതിർന്ന CPM നേതാവും മുൻ പഞ്ചായത്ത് മെമ്പറുമായിരുന്ന CP നാരായണൻ്റെ മകളുടെ മകനും വാർഡ് മെമ്പറുമായിരുന്ന KV സന്തോഷിനെ UDF കണ്ടെത്തിയപ്പോൾ CPയുടെ സഹോദരപുത്രനെയാണ് BJP തിരഞ്ഞെടുത്തത്. ഈ 2 വാർഡിലും ആർക്ക് വോട്ട് ചെയ്യണമെന്നറിയാതെ നട്ടം തിരിയുകയാണ് 50ഓളം വരുന്ന ഈ കുടുംബത്തിലെ വോട്ടർമാർ. ആരു തന്നെ ജയിച്ചാലും മെമ്പർ CP കുടുംബത്തിൽ നിന്ന് തന്നെ. ഇതുമാത്രമാണ് ഈ കുടുംബത്തിൻ്റെ ഏക ആശ്വാസവും. നെറ്റ്വർക്ക് ന്യൂസ്, ചെറുപുഴ. മറ്റു വാർത്തകളിലേക്ക്. പിലാത്തറ റോട്ടറി ക്ലബിന്റെ നാഷണൽ ബിൽഡർ അവാർഡിന് കടന്നപ്പള്ളി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ KK ഷൺമുഖദാസ് അർഹനായി. അവാർഡ് ദാന ചടങ്ങിന്റെ ഉദ്ഘാടനവും അവാർഡ് സമർപ്പണവും ഫോക്ലോർ അക്കാദമി ചെയർമാൻ പ്രൊഫസർ B മുഹമ്മദ് അഹമ്മദ് നിർവഹിച്ചു. റോട്ടറി ഇന്റർനാഷണൽ ടീച്ച് എന്ന വിദ്യാഭ്യാസ പദ്ധതിയുടെ ഭാഗമായി സ്കൂൾ പഠന സാഹചര്യങ്ങൾ ഒരുക്കുന്നതിനും വിദ്യാർത്ഥികളെ പഠനോന്മുഖരാക്കുന്നതിനുമുള്ള ബൃഹത്തായ പദ്ധതികൾ റോട്ടറി ഇന്ത്യ ലിറ്ററസി മിഷൻ എന്ന സംഘടനയുടെ സഹായത്താൽ ഇന്ത്യയിൽ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നു. ഈ പദ്ധതിയുടെ ഭാഗമായി സ്കൂൾ പ്രവർത്തനങ്ങളിലും പാഠ്യേതര പ്രവർത്തനങ്ങളിലും വിദ്യാർത്ഥി സമൂഹത്തിന്റെ പൊതുവികസന പ്രവർത്തനങ്ങളിലും വ്യാപൃതരായ അധ്യാപകരെ കണ്ടെത്തി റോട്ടറി ക്ലബ്ബ് മുഖേന നാഷണൽ ബിൽഡർ അവാർഡ് നൽകി ആദരിക്കുന്നു. ഈ വർഷം പിലാത്തറ റോട്ടറിയുടെ നാഷണൽ ബിൽഡർ അവാർഡിന് തെരഞ്ഞെടുക്കപ്പെട്ടത് പ്രമുഖ അധ്യാപകനും കടന്നപ്പള്ളി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പലുമായ ഡോക്ടർ KK ഷൺമുഖദാസ് ആണ്. ഫോക്ലോർ അക്കാദമി ചെയർമാൻ പ്രൊഫസർ B മുഹമ്മദ് അഹമ്മദ് ഉദ്ഘാടനവും അവാർഡ് സമർപ്പണവും നിർവഹിച്ചു. പിലാത്തറ റോട്ടറി ക്ലബ്ബ് പ്രസിഡന്റ് KC സതീശൻ അധ്യക്ഷത വഹിച്ചു. MV പുരുഷോത്തമൻ, K രവീന്ദ്രൻ, AV പവിത്രൻ, E രവീന്ദ്രൻ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. ഡോക്ടർ KK ഷൺമുഖദാസ് മറുപടി പ്രസംഗം നടത്തി. വർണ്ണമനോഹരമായ പൂക്കളാണ് പ്രകൃതിയെ കൂടുതൽ സുന്ദരിയാക്കുന്നത്. പരിയാരം KKNPM മെമ്മോറിയൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ എത്തുന്ന ആർക്കും ഇത് നേരിൽ ബോധ്യപ്പെടും. വർണ്ണവിസ്മയം വിരിയിച്ച നിരവധി പൂക്കളാണ് സ്കൂൾ മുറ്റത്ത് ഏവരെയും ആകർഷിക്കുന്നത്. മുറിയിലിരുന്നാൽ മുറ്റത്തെ പൂക്കൾ കാണാൻ കഴിയണം. ആ മുറിയാണ് പൂമുഖം. പഴയകാല കേരളീയ ഭവനങ്ങളെക്കുറിച്ച് കേസരി വേങ്ങയിൽ നായനാർ എഴുതിയ വരികളാണിത്. മണ്ണിലെ നക്ഷത്രങ്ങളാണ് പൂക്കൾ. സൗന്ദര്യബോധത്തിന്റെ സാക്ഷ്യങ്ങളായാണ് മനുഷ്യർ തങ്ങൾ പെരുമാറുന്ന ഇടങ്ങളിലെല്ലാം പൂന്തോട്ടങ്ങൾ ഒരുക്കിയെടുക്കുന്നത്. പരിയാരം ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ കുരുന്നുകളുടെ പ്രയത്നത്തിൽ രൂപം കൊണ്ടത് മനോഹരമായ പൂന്തോട്ടമാണ്. ചെണ്ടുമല്ലി, വാടാർമല്ലി, ചെത്തി, വിവിധതരം 10 മണിച്ചെടികൾ, പല നിറത്തിലുള്ള കാശിത്തുമ്പ പൂവുകൾ എന്നിവയാൽ അണിഞ്ഞൊരുങ്ങി നിൽക്കുകയാണ് ഈ പൂന്തോട്ടം ഇപ്പോൾ. പരിസ്ഥിതി ക്ലബിൻ്റെ ഭാഗമായാണ് നമ്മുടെ സ്കൂളിൽ ഈ പൂന്തോട്ടം ഒരുക്കിയിരിക്കുന്നത്. കഴിഞ്ഞ വർഷങ്ങളിലൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഈ ഒരു 2 വർഷം കൊണ്ടാണ് നമ്മൾ ഈ പൂന്തോട്ടത്തിൻ്റെ ആരംഭം തുടങ്ങിയത്. ഇതിന് നമ്മൾ ഓരോ കുട്ടിയുടെയും ജന്മദിനത്തിന് സ്കൂളിലേക്ക് അവർ കൊണ്ടുവരുന്ന ഓരോ ചെടികളാണ് പൂന്തോട്ടത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മുടെ പൂന്തോട്ടം ഓരോ ദിവസം വളർന്നുകൊണ്ടിരിക്കുകയാണ്. കുട്ടികൾ തന്നെയാണ് രാവിലെയും വൈകിട്ടും ക്ലാസ് സമയം ഒഴിച്ചുള്ള സമയങ്ങളിൽ ചെടിയെ പരിപാലിക്കുന്നതും വെള്ളമൊഴിക്കുന്നതൊക്കെ ചെയ്യുന്നത്. പൂക്കൾക്ക് പുറമേ
ഔഷധ സസ്യങ്ങളും ഇതിൽ ഉപയോഗിച്ചിട്ടുണ്ട്. വയമ്പ്, രാമച്ചം, കറ്റാർവാഴ തുടങ്ങിയ അനേകം ഔഷധ സസ്യങ്ങൾ നമ്മുടെ പൂന്തോട്ടത്തിൽ ഉണ്ട്. കഴിഞ്ഞ ജൂൺ മാസത്തിലാണ് സ്കൂൾ മുറ്റത്തെ തരിശുനിലത്ത് പൂന്തോട്ട നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങിയത്. ചെടികളൊന്നും വില കൊടുത്തു വാങ്ങാതെ കുട്ടികൾ അവരവരുടെ വീടുകളിൽ നിന്ന് ശേഖരിച്ച് നട്ടുപിടിപ്പിച്ചവയാണ് ഇപ്പോൾ പൂത്തു നിൽക്കുന്നത്. ചെടികൾക്ക് ജൈവവളം മാത്രമാണ് ഉപയോഗിച്ചത്. സ്കൂൾ പരിസ്ഥിതി ക്ലബ്ബ്, സ്കൗട്ട് ആൻഡ് ഗൈഡ്സ്, JRC എന്നിവയുടെ നേതൃത്വത്തിലാണ് പൂന്തോട്ട നിർമ്മാണം നടന്നത്. പൂച്ചെടികളെ കൂടാതെ ഔഷധ സസ്യങ്ങളായ രാമച്ചം, വയമ്പ്, കറ്റാർവാഴ, പനിക്കൂർക്ക, ഉറുദൂക്കി മുതലായവയും തോട്ടത്തിലുണ്ട്. വിവിധതരം പൂക്കൾ ഇവിടെ കുട്ടികൾ തന്നെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. ജീവാമൃതമാണ് പ്രത്യേകമായിട്ട് യൂസ് ചെയ്യുന്നത്. ചെണ്ടുമല്ലി, വിവിധതരം 10 മണി പൂക്കൾ, കാശിത്തുമ്പ, ലില്ലി, അങ്ങനെ ഒരുപാട് തരം പൂക്കൾ ഇവിടെ നമ്മൾ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. പ്രധാനമായിട്ട് ജീവാമൃതമാണ് ഉപയോഗിക്കുന്നത്. പിന്നെ പരിസ്ഥിതി ക്ലബിൻ്റെ ഓരോ ഇതിലും കുട്ടികൾ തന്നെയാണ് നേതൃത്വം കൊടുക്കുന്നത്. വിരുന്നുകാരായി ചിത്രശലഭങ്ങളും എത്തുമ്പോൾ സ്നേഹത്തിന്റെയും സന്തോഷത്തിന്റെയും വാടാപുഷ്പങ്ങൾ കുഞ്ഞു മനസ്സുകളിലും നിറയുന്നു. സ്കൂളിലെത്തുന്ന ഏവരിലും വസന്തം വിരിയിക്കുന്നതായി ഈ പൂന്തോട്ടം. പ്രിൻസിപ്പൽ പി സത്യൻ, പ്രധാനാധ്യാപകൻ രവീന്ദ്രൻ കാവലവളപ്പിൽ, EP പവിത്രൻ മാസ്റ്റർ, KJ മൈക്കിൾ മാസ്റ്റർ, K ലീല ടീച്ചർ, K ബാബുരാജ്, OK സരസം എന്നിവർ വിദ്യാർത്ഥികൾക്ക് വേണ്ട നിർദ്ദേശങ്ങളും പ്രോത്സാഹനവും നൽകുന്നു. പയ്യന്നൂരിൽ നിന്നും പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടി. പയ്യന്നൂർ സെൻട്രൽ ബസാറിലുള്ള A ശശിയുടെയും സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്ര പരിസരത്തെ മുരളീധരന്റെയും കടകളിൽ നിന്നുമാണ് ലഹരി വസ്തുക്കൾ പിടികൂടിയത്. സെൻട്രൽ ബസാറിനും പയ്യന്നൂർ സഹകരണ ആശുപത്രിക്കുമിടയിൽ പ്രവർത്തിക്കുന്ന സ്റ്റേഷനറി കടയുടെ ഗോഡൌൺ, പയ്യന്നൂർ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്ര പരിസരത്തെ മുരളീധരന്റെ സ്റ്റേഷനറി കട എന്നിവിടങ്ങളിൽ നിന്നുമാണ് പോലീസ് നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടിയത്. 5 ചാക്കോളം മധു, ഹാൻസ് തുടങ്ങിയ ലഹരി വസ്തുക്കളാണ് പിടികൂടിയത്. പോലീസ് രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ നിർദ്ദേശത്തെ തുടർന്ന് നടത്തിയ റെയ്ഡിലാണ് ഉൽപ്പന്നങ്ങൾ പിടികൂടിയത്. SI K വിപിൻകുമാറിനൊപ്പം SI പുരുഷോത്തമൻ, CPOമാരായ ജബ്ബാർ, അശോകൻ, ഹോംഗാർഡ് ജനാർദ്ദനൻ എന്നിവരടങ്ങുന്ന സംഘമാണ് റെയ്ഡ് നടത്തിയത്. അന്താരാഷ്ട്ര കൈകഴുകൽ ദിനാചരണത്തിന്റെ ഭാഗമായി തൃക്കരിപ്പൂർ സെന്റ് പോൾസ് AIP സ്കൂളിൽ വൈവിധ്യമാർന്ന പരിപാടികൾ സംഘടിപ്പിച്ചു. സ്കൂൾ മാനേജർ ഫാദർ ജോസഫ് തണ്ണിക്കോട്ട് ഉദ്ഘാടനം ചെയ്തു. ഞാൻ കിണ്ടി. പഴമ നിലനിർത്തുന്നതിൽ എൻ്റെ പങ്ക് വളരെ വലുതാണ്. കൈ കഴുകാനും മറ്റുമായി ആവശ്യത്തിനുള്ള വെള്ളം മാത്രമേ എന്നിലൂടെ നിങ്ങൾക്ക് ഉപയോഗിക്കാനാകൂ. ഒട്ടും പാഴാകില്ല. വീട്ടിലെ കാവൽക്കാരനും രാജാവും ഒക്കെ ഞാൻ തന്നെ. ഞാൻ വീട്ടിലെ സുന്ദരിയായും അറിയപ്പെടുന്നുണ്ട്. ഒരു സങ്കടവും നിങ്ങളോട് പങ്കുവെക്കാനുണ്ട്. മറ്റൊന്നുമല്ല, എല്ലാ വീടുകളിൽ നിന്നും എൻ്റെ വേരറ്റുകൊണ്ടിരിക്കുന്നു. ഇത് എന്താണെന്നല്ലേ? അന്താരാഷ്ട്ര കൈകഴുകൽ ദിനാചരണത്തിന്റെ ഭാഗമായി തൃക്കരിപ്പൂർ സെന്റ് പോൾസ് AUP സ്കൂളിൽ ഒരുക്കിയ പോസ്റ്റർ പ്രദർശനത്തിലാണ് കിണ്ടിയുടെ വിലാപവും വെള്ളം നിയന്ത്രിച്ച് ഉപയോഗിക്കേണ്ടതിന്റെ ആവശ്യകതയും ചൂണ്ടിക്കാട്ടുന്ന വിവിധങ്ങളായ പരിപാടികൾ സംഘടിപ്പിച്ചത്. ആധുനിക കാലഘട്ടത്തിലെ പൈപ്പ് വഴിയുള്ള വെള്ളം ഉപയോഗവും പഴയ കാലത്തിലെ വാൽക്കിണ്ടിയിലെ കൈകാൽ കഴുകലും താരതമ്യം ചെയ്ത പോസ്റ്ററുകളും ചിത്രങ്ങളും സ്കൂളിൽ പ്രദർശിപ്പിച്ചു. പ്രത്യേക അസംബ്ലി വിളിച്ചു ചേർത്ത് ശുചിത്വ ലക്ഷ്യങ്ങളെക്കുറിച്ച് കുട്ടികളിൽ അവബോധമുണ്ടാക്കുന്ന ക്ലാസും പ്രതിജ്ഞയും നടന്നു. പരിപാടിയുടെ മുന്നോടിയായി ഓടുകൊണ്ടുള്ള 50ഓളം വാൽക്കിണ്ടികളിൽ വെള്ളമെടുത്ത് കുട്ടികളും അധ്യാപകരും രക്ഷിതാക്കളും കൈകഴുകി നാടൻ തോർത്തിൽ തുടച്ചു. വിദ്യാർത്ഥികളും രക്ഷിതാക്കളും വ്യാഴാഴ്ച രാവിലെ ഓടുകൊണ്ട് നിർമ്മിച്ച വാൽക്കിണ്ടിയുമായാണ് സ്കൂളിലെത്തിയത്. അപൂർവമായ കാഴ്ച കാണാൻ നാട്ടുകാരും സ്കൂൾ വളപ്പിലെത്തി. പുതിയ തലമുറയിലെ കുട്ടികൾക്ക് വാൽക്കിണ്ടിയിലെ കൈകഴുകൽ ഏറെ അത്ഭുതവും കൗതുകകരവുമായി. കൈകഴുകി ശുചിത്വം ഉറപ്പിച്ചേ ഭക്ഷണം കഴിക്കാവൂ എന്ന ബോധ്യം കുട്ടികളിൽ ഉണ്ടാക്കുക എന്നതാണ് കൈകഴുകൽ ദിനാചരണത്തിലൂടെ സ്കൂൾ ലക്ഷ്യമാക്കുന്നതെന്ന് സ്കൂൾ മാനേജരും തൃക്കരിപ്പൂർ സെന്റ് പോൾസ് ഇടവക വികാരിയുമായ ഫാദർ ജോസഫ് തണ്ണിക്കോട്ട് ദിനാചരണം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് അഭിപ്രായപ്പെട്ടു. PTA പ്രസിഡന്റ് M മിറോഷ് രാജ് അധ്യക്ഷനായിരുന്നു. സ്കൂൾ പ്രധാനാധ്യാപിക സിസ്റ്റർ ഷെറി മാത്യു, മദർ PTA പ്രസിഡന്റ് K രേഖ, MJ ഷൈനി, M റഫീഖ് എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. മാഹിയിൽ നിന്നും ബസിൽ കടത്തുകയായിരുന്ന 35 കുപ്പി വിദേശ മദ്യം പെരിങ്ങോം SIയും സംഘവും പിടിച്ചെടുത്തു. പാടിയോട്ടുചാൽ സ്വദേശി മുഹമ്മദ് കുഞ്ഞെ പോലീസ് അറസ്റ്റ് ചെയ്തു. പെരിങ്ങോം പോലീസിന് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്നാണ് പിലാത്തറ ചെറുപുഴ റൂട്ടിലോടുന്ന ബസിൽ പോലീസ് പരിശോധന നടത്തിയത്.
പരിശോധനയിൽ വലിയ ബാഗിൽ 500 മില്ലിയുടെ 35 കുപ്പി വിദേശമദ്യമാണ് പിടികൂടിയത്. പെരിങ്ങോം എസ് ഐ കെ വി നിഷിത്ത്, സീനിയർ സിവിൽ പോലീസ് ഓഫീസർ ഫ്രാൻസിസ്, സിവിൽ പോലീസ് ഓഫീസർമാരായ രാജേഷ്, സജീവൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് മദ്യവേട്ട. മുഹമ്മദ് കുഞ്ഞ് കോടതിയിൽ ഹാജരാക്കി. പാഠപുസ്തക വിതരണത്തിന്റെ 2ാം ഘട്ട സ്കൂൾ തല വിതരണം ഇതുവരെയും തുടങ്ങിയില്ല. ഒക്ടോബർ 1 മുതൽ ആരംഭിക്കുമെന്നാണ് ആദ്യം അറിയിച്ചിരുന്നത്. വിതരണം വൈകുന്നത് കുട്ടികളുടെ പഠനത്തെ കാര്യമായി ബാധിക്കാൻ സാധ്യതയേറെ. സംസ്ഥാനത്തെ സർക്കാർ എയ്ഡഡ് സ്കൂളിലേക്കുള്ള 2ാം ഭാഗ പാഠപുസ്തകങ്ങളുടെ സ്കൂൾ തല വിതരണം ഒക്ടോബർ 1 മുതൽ തുടങ്ങുമെന്ന് അറിയിച്ചിരുന്നെങ്കിലും ഇതുവരെയും ആരംഭിച്ചിട്ടില്ല. സ്കൂളിലേക്ക് എത്തിക്കുമെന്നും പാഠപുസ്തകം എത്തുന്ന വിവരം എല്ലാ സ്കൂളുകളിലും വിവരം മുൻകൂട്ടി അറിയിക്കുമെന്നാണ് വിദ്യാഭ്യാസ ഓഫീസർമാർ പ്രധാന അധ്യാപക യോഗങ്ങളിൽ അറിയിച്ചിരുന്നത്. എന്നാൽ ഇതുവരെ സ്കൂളുകളിലും സൊസൈറ്റികളിലും അറിയിപ്പ് ലഭിച്ചിട്ടുമില്ല. ജില്ലാ ഹബ്ബുകളിൽ നിന്ന് 33,000-ലധികം ടെക്സ്റ്റ് ബുക്കുകൾ സൊസൈറ്റി വഴിയാണ് സംസ്ഥാനത്തെ 12,000-ലധികം വരുന്ന സർക്കാർ എയ്ഡഡ് സ്കൂളിലേക്ക് 2ാം ഘട്ട പാഠപുസ്തകമായി എത്തിക്കുന്നത്. ബന്ധപ്പെട്ട സൊസൈറ്റികളിൽ നിന്നാണ് സ്കൂളിലേക്ക് നേരിട്ട് നൽകുക. 1ാം ഘട്ട വിതരണ ചുമതലയുണ്ടായിരുന്ന തപാൽ വകുപ്പിൽ നിന്ന് എല്ലാ ഹബ്ബുകളും IBPS ഏറ്റെടുത്തിരുന്നു. ചില്ലറ വിതരണത്തിന് കൂടുതൽ തുക തപാൽ വകുപ്പ് ആവശ്യപ്പെട്ടതാണ് ഒഴിവാക്കാനിടയാക്കിയത്. കിലോക്ക് 5.5 രൂപയായിരുന്നു തപാൽ വകുപ്പ് തുക ആവശ്യപ്പെട്ടിരുന്നത്. പതിവിന് വിപരീതമായി IBPS നേരിട്ടാണ് ഇത്തവണ പാഠപുസ്തകങ്ങളുടെ ചില്ലറ വിതരണം നടത്തുന്നത്. ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് അടുത്തതോടെയും വിദ്യാലയങ്ങളിലും ഉപജില്ലാ വിദ്യാഭ്യാസ കേന്ദ്രങ്ങളിലും ശാസ്ത്രമേള, സ്കൂൾ കലോത്സവങ്ങൾ തുടങ്ങി നിരവധി മാസങ്ങളിൽ നടത്തേണ്ടതിനാൽ ഒട്ടേറെ അധ്യയന ദിവസങ്ങൾ നഷ്ടമാകും. അർദ്ധവാർഷിക പരീക്ഷ ഡിസംബറിൽ ആദ്യവാരം തന്നെ തുടങ്ങുകയും ചെയ്യണം. ഒക്ടോബർ മാസം കഴിയുന്നതിന് മുമ്പേ 2ാം ഭാഗം പുസ്തകം കിട്ടിയിട്ടെങ്കിൽ നമുക്ക് പാഠഭാഗങ്ങൾ എടുക്കാൻ പ്രയാസപ്പെടും. ഒരു പഠനത്തിലൊരു ബ്രേക്ക് വരാൻ സാധ്യതയുണ്ട്. പുസ്തകം 1ാം ഭാഗം കഴിയുമ്പോൾ തന്നെ 2ാം ഭാഗം കിട്ടുന്നില്ലെങ്കിൽ ഇടയ്ക്കൊരു ബ്രേക്ക് അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് പുസ്തകം ലഭിച്ചിട്ടില്ലെങ്കിൽ. പാഠപുസ്തകങ്ങളുടെ വിതരണം വൈകുന്നത് കുട്ടികളുടെ പഠനത്തെ കാര്യമായി ബാധിക്കുമെന്നറിയുന്ന വിദ്യാഭ്യാസ ഉദ്യോഗസ്ഥർ പാഠപുസ്തക വിതരണത്തിലെ 1ാം ഘട്ടത്തിലെ ആലസ്യം 2ാം ഘട്ടത്തിലും തുടരുന്നതിൽ വിദ്യാർത്ഥികൾക്കൊപ്പം രക്ഷിതാക്കളും ആശങ്കയിലാണ്. വലിയപൊയിൽ പാട്യം സ്മാരക വായനശാലയുടെ ആഭിമുഖ്യത്തിൽ മതേതര സംഗമം. മനോജ് പട്ടാനൂർ സാംസ്കാരിക പ്രഭാഷണം നടത്തി. നമ്മുടെ നാടിനകത്തെ മതേതര കൂട്ടായ്മകളോ സാംസ്കാരിക കൂട്ടായ്മകളോ കണ്ടിട്ടല്ല ഈ നാട്ടിലുള്ള ആൾക്കാർക്കെല്ലാം ഭ്രാന്തായി പോയെന്ന് ചോദിച്ചത്. മറിച്ച് ഹിന്ദു സമുദായത്തിനകത്തെ ജാതി ഉച്ചനീതത്വങ്ങളും അധമ സംസ്കാരം ചൂണ്ടിയിട്ട് പറഞ്ഞതാണ് ഈ നാട്ടിലുള്ളവർക്കെല്ലാം ഭ്രാന്താണോ എന്ന്. വലിയപൊയിൽ പാട്യം സ്മാരക വായനശാലയുടെ ആഭിമുഖ്യത്തിൽ വായനശാല പരിസരത്ത് നടന്ന മതേതര സംഗമത്തിൽ മനോജ് പട്ടാനൂർ സാംസ്കാരിക പ്രഭാഷണം നടത്തി. വായനശാല കമ്മിറ്റി പ്രസിഡന്റ് MDP ഇബ്രാഹിംകുട്ടി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. വായനശാല കമ്മിറ്റി സെക്രട്ടറി MV കുഞ്ഞിക്കണ്ണൻ, K നാരായണൻ മാസ്റ്റർ, K പ്രഭാകരൻ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. പെൺകുട്ടികൾക്ക് തൈക്കൊണ്ടോ പരിശീലനവുമായി മാടായി ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ. പരിശീലനം പൂർത്തിയാക്കിയ വിദ്യാർത്ഥിനികളുടെ തൈക്കൊണ്ടോ പ്രദർശനം ശ്രദ്ധേയമായി. ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസ വകുപ്പ് കരിയർ ഗൈഡൻസ് ആൻഡ് അഡോൾസെന്റ് കൗൺസിലിംഗ് സെല്ലിന്റെ നേതൃത്വത്തിലാണ് കരുത്ത് എന്ന പേരിൽ തൈക്കൊണ്ടോ പരിശീലനം പൂർത്തിയാക്കിയത്. പുതിയ കാലത്ത് പെൺകുട്ടികൾ കൂടുതൽ കരുത്തും ആത്മവിശ്വാസവും പകരുക എന്നതാണ് പദ്ധതി ലക്ഷ്യമിടുന്നത്. ആദ്യഘട്ടത്തിൽ 50 പേർക്കാണ് തൈക്കൊണ്ടോ പരിശീലനം നൽകിയത്. വിദ്യാഭ്യാസ വകുപ്പിന്റെ നേതൃത്വത്തിൽ 41 വിദ്യാഭ്യാസ ജില്ലകളിലായി 6000-ഓളം പെൺകുട്ടികൾക്ക് പരിശീലനം നൽകി വരുന്നുണ്ട്. പരിശീലന പരിപാടി ഏറെ വിജയകരമായിരുന്നു എന്ന് അധ്യാപകരും വിദ്യാർത്ഥിനികളും പറയുന്നു. അതിന്റെ ഭാഗമായി അവരിൽ കഴിഞ്ഞ വർഷം അവരോട് തന്നെ സംസാരിച്ചാൽ മനസ്സിലാകും, അവർ ഇവിടെ വരുമ്പോൾ ഉണ്ടായിരുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അവർക്ക് ഏതൊരു ആളുടെ മുന്നിലും നേരെ നിന്ന് സംസാരിക്കാനും ആരുടെയും നേരെ നിൽക്കാനുള്ള ഒരു ആത്മവിശ്വാസം അവർക്ക് കൈവന്നിട്ടുണ്ട് എന്ന് അവർ തന്നെ പറയും. ഇന്നത്തെ കാലത്ത് പെൺകുട്ടികൾ ഒരുപാട് സാമൂഹികമായിട്ട് പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട്. ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു നല്ല മാർഗമായിട്ടാണ് ഇത് ഞങ്ങൾ കാണുന്നത്. പുതിയ ബാച്ചിന്റെ ഉദ്ഘാടനം സരോജിനി തോലോട്ട് നിർവഹിച്ചു. CGCA സ്റ്റേറ്റ് കോർഡിനേറ്റർ CM അസീം ഗ്രേഡ് ബെൽറ്റ് വിതരണം നിർവഹിച്ചു. N രാജേഷ്, C ഗിരിജ, E സുരേഷ് ബാബു, V റിജു എന്നിവർ സംസാരിച്ചു. V റിജുവിന്റെ നേതൃത്വത്തിലാണ് വിദ്യാർത്ഥിനികൾ തൈക്കൊണ്ടോ പരിശീലനം പൂർത്തിയാക്കിയത്. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. നവരാത്രി ആഘോഷങ്ങളുടെ ഭാഗമായി പുരാണ കഥാപാത്രങ്ങളുടെ വേഷഭൂഷാദികളോടെ പ്രച്ഛന്ന വേഷങ്ങൾ തൃക്കരിപ്പൂരിലുമെത്തി. നവരാത്രി ആഘോഷ വരവറിയിച്ച് ലവണാസുര വേഷമാണ് ആദ്യമെത്തിയത്. കാസർഗോഡ് മധൂർ സ്വദേശിയും കാഞ്ഞങ്ങാട് താമസക്കാരനുമായ ശിവയാണ്
ഗദാധാരിയായ ലവണാസുരനായി തൃക്കരിപ്പൂരിലെ വ്യാപാര സ്ഥാപനങ്ങൾ തോറും ധനസമ്പാദത്തിന് ഇറങ്ങിയത്. രാവിലെ 5 മണി മുതൽ വൈകിട്ട് വരെ കടകൾ തോറും കയറിയിറങ്ങിയ ശിവ പറയുന്നത് നിത്യേന 500 രൂപയോളം കിട്ടുമെന്നാണ്. ഫസ്റ്റ് കാസർഗോഡ്, സ്ഥലവും കാനങ്ങാട്. ഡെയിലി ಒಂದು 500. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. ഒക്ടോബർ 15 ലോക കൈകഴുകൽ ദിനം. സ്കൂളുകൾ തോറും ശുചിത്വത്തിന്റെ പ്രാധാന്യം വിളിച്ചോതി പരിപാടി. പയ്യന്നൂർ മുച്ചിലോട്ട് LP സ്കൂളിൽ നടന്ന പരിപാടി ശ്രദ്ധേയമായി. ഒക്ടോബർ 15 ലോക കൈകഴുകൽ ദിനം. ശുചിത്വത്തിനും ഒരു ദിനം നൽകിയിരിക്കുകയാണിപ്പോൾ. ഈ ദിവസങ്ങളിലെങ്കിലും കൈകൾ പരിശുദ്ധമാക്കണമെന്നാണ് ആഹ്വാനം ചെയ്യപ്പെടുന്നത്. കൈ എന്നത് ദാനം ചെയ്യുവാനും ദാനം സ്വീകരിക്കുവാനുമുള്ള മനുഷ്യൻ്റെ അവയവമാണ്. എന്നാൽ ലോകത്ത് മാറ്റങ്ങൾ ഉണ്ടാകുന്നത് കൈകൾ കൊണ്ടുള്ള പ്രവർത്തനങ്ങളിലൂടെയുമാണ്. കൈ ശുദ്ധമാകുന്നിടത്താണ് സമൂഹം പരിശുദ്ധമാക്കപ്പെടുന്നത്. മനസാവാച കർമ്മണ എന്ന തത്വത്തിൽ കർമ്മത്തിന് പ്രാധാന്യം വരുന്നത് കൈകൊണ്ടുള്ള ഇടപെടലിലൂടെയുമാണ്. തെറ്റു ചെയ്യാത്ത കൈകളാണ് മനുഷ്യർക്കുണ്ടാകേണ്ടതെന്നും ഈ ദിനം ഓർമ്മിപ്പിക്കപ്പെടുന്നു. കുട്ടികളിലെ ശുചിത്വശീലങ്ങൾ ചെറുപ്പകാലം തൊട്ട് തന്നെ വളർത്തിക്കൊണ്ടുവരേണ്ടത് അനിവാര്യമാണ്. എങ്കിൽ അവർ മുതിർന്ന പൗരന്മാരാകുമ്പോഴും അതേ ശീലങ്ങൾ വ്യക്തിശുചിത്വമായാലും പരിസര ശുചിത്വമായാലും അതേ രീതിയിൽ നിലനിർത്തിക്കൊണ്ട് പോകും. ഇന്നത്തെ നമ്മൾ ചുറ്റുപാട് നമുക്ക് കാണാൻ കഴിയും. നമ്മൾ പൊതുസ്ഥലങ്ങളിൽ മലിനീകരിക്കുന്ന ഒരു കാഴ്ചപ്പാടാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്നാൽ തലമുറ വളർന്നു വരുന്നത് കൊണ്ട് ശുചിത്വമുള്ള തലമുറയെ വാർത്തെടുക്കാൻ വേണ്ടിയിട്ട് അത് അവരുടെ പാഠപുസ്തകത്തിലൂടെ കടന്നു വരുന്നുണ്ട്. ലോക കൈകഴുകൽ ദിനത്തിന്റെ ഭാഗമായി പയ്യന്നൂർ മുച്ചിലോട്ട് LP സ്കൂളിൽ നടന്ന പരിപാടി ശ്രദ്ധേയമായി. കുട്ടികളെ മുഴുവൻ അവരുടെ നഖം വെട്ടിയും കൈ കഴുകിയുമാണ് ശുചിത്വത്തിന്റെ പ്രാധാന്യം അറിയിച്ചത്. മരച്ചീനി കൃഷിയിലെ വിജയഗാഥയുമായി പഴയങ്ങാടിയിലെ നന്മ കാർഷിക സ്വയം സഹായ സംഘം. 1 ഏക്കറോളം സ്ഥലത്താണ് ഇവർ കൃഷി ചെയ്യുന്നത്. കാടുമൂടിക്കിടന്നിരുന്ന കുന്നിൻ പ്രദേശം കാട് വെട്ടിത്തെളിച്ച് കൃഷിയോഗ്യമാക്കിയാണ് മരച്ചീനി കൃഷി ആരംഭിച്ചത്. നന്മയുടെ 15ഓളം അംഗങ്ങളാണ് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്. നേരത്തെ നെൽകൃഷിയിലും പച്ചക്കറി കൃഷിയിലും ഉണ്ടായ വിജയപാഠമാണ് ഇവരെ മരച്ചീനി കൃഷിയിലേക്കും ആകർഷിച്ചത്. വിവിധ ജോലികളിൽ ഏർപ്പെടുന്ന യുവാക്കൾ രാവിലെയും വൈകുന്നേരങ്ങളിലും മറ്റ് ഒഴിവു ദിനങ്ങളിലുമാണ് കൃഷിക്കായി മാറ്റിവെച്ചത്. കൂവേരിയിൽ നിന്നാണ് മരച്ചീനി കൃഷിക്കാവശ്യമായ തണ്ടുകൾ കൊണ്ടുവന്നത്. 6 മാസം കൊണ്ട് നല്ല രീതിയിൽ വിളവ് ലഭിക്കും. മുള്ളൻ പന്നിയുടെയും കാട്ടുപന്നിയുടെയും ആക്രമണം കൃഷി നശിപ്പിക്കുന്നുണ്ടെങ്കിലും നല്ല വിളവ് ലഭിക്കുമെന്ന ശുഭപ്രതീക്ഷ തന്നെയാണ് നന്മയുടെ പ്രവർത്തകർക്ക്. നന്മ കാർഷിക സ്വയം സഹായ സംഘം ഇതുപോലെ മരച്ചീനി ഒരു 1/2 ഏക്കറിൽ കൂടുതൽ മരച്ചീനി നട്ടിട്ടുണ്ട്. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വളരെയധികം വിഷമം ഉണ്ടാക്കുന്നത് കാട്ടുപന്നീൻ്റെ ശല്യം രൂക്ഷമായിട്ടുണ്ട്. ഈ വളപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെന്ന് ഓർമ്മയിൽ ഒരു കൃഷിയും ചെയ്യാണ്ട് കാടും കൂടി കിടന്നതാണ്. ഇപ്പോൾ നമ്മൾ JCB എല്ലാം വെച്ച് വൃത്തിയാക്കിയിട്ടാണ് ഇപ്പോൾ ഈ കൃഷി ചെയ്തിട്ടുള്ളത്. അതിലുണ്ടാകുന്ന ശല്യം തന്നെയാണ് കാട്ടുപന്നീൻ്റെ ശല്യം, അതുപോലെ മുള്ളൻപന്നി. യുവതയെ കാർഷിക രംഗത്തേക്ക് കൈപിടിച്ചുയർത്തുന്നതിനും നാടിന്റെ കാർഷിക രംഗത്ത് പുത്തൻ ഉണർവേകാനും നന്മയുടെ പ്രവർത്തനങ്ങൾക്ക് സാധിക്കുന്നു. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. താവം ഈഗിൾ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ താവം ദേവിവിലാസം LP സ്കൂളിന് വാട്ടർ ഫിൽട്ടർ വിതരണം ചെയ്തു. സ്കൂൾ പ്രധാനാധ്യാപിക K. ശശികല ഉദ്ഘാടനം ചെയ്തു. അതുകൊണ്ട് ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ ഈഗിൾ ക്ലബ്ബ് നമുക്ക് ചെയ്തു തരുന്നുണ്ട്. കുടിവെള്ള സംവിധാനം ഒരു സ്കൂളിൽ നിന്ന് കിട്ടുക എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മൾ സാധാരണ വെള്ളം കുട്ടികൾ ഈ പാത്രത്തിൽ നിന്ന് കുടിക്കുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായത്. ഇതിപ്പം ശുദ്ധമായ താവം ദേവിവിലാസം LP സ്കൂളിന്റെ അടിസ്ഥാന സൗകര്യ വികസനത്തിന്റെ ഭാഗമായാണ് സ്കൂളിന് വാട്ടർ ഫിൽട്ടർ വിതരണം ചെയ്തത്. നേരത്തെ ക്ലബിന്റെ നേതൃത്വത്തിൽ സ്കൂളിലെ എല്ലാ ക്ലാസ് മുറികളിലും ഫാനും മറ്റ് ഇലക്ട്രിക് ഉപകരണങ്ങളും വിതരണം ചെയ്തിരുന്നു. കല്യാട്ടെ മണികണ്ഠന്റെ സഹകരണത്തോടെയാണ് വാട്ടർ ഫിൽട്ടർ വിതരണം ചെയ്തത്. ക്ലബ്ബ് സെക്രട്ടറി സന്തോഷ് PP വിതരണം നിർവഹിച്ചു. നികേഷ് താവം അധ്യക്ഷത വഹിച്ചു. T. ഷിനു, PV ഉമാദേവി, KV ലതീഷ്, IV ശ്രീരൂപ്, K. പ്രജിൻ എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. അന്നൂർ UP സ്കൂളിൽ കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ ആഭിമുഖ്യത്തിൽ വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും വ്യക്തിത്വ വികസന ക്ലാസ് നടത്തി. പരിഷത്ത് പയ്യന്നൂർ മേഖലാ വൈസ് പ്രസിഡന്റ് PV ലക്ഷ്മണൻ നായർ ഉദ്ഘാടനം ചെയ്തു. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ ആഭിമുഖ്യത്തിൽ
അന്നൂർ UP സ്കൂൾ PTIയുടെ സഹകരണത്തോടെ വിദ്യാർത്ഥികൾക്ക് പഠന നിലവാരം മെച്ചപ്പെടുത്തുന്നതിനും പഠനവൈകല്യങ്ങൾ പരിഹരിക്കുന്നതിനുമായി കൗൺസിലിംഗും ക്ലാസും അമ്മമാർക്ക് കുട്ടികളിലെ ശാരീരിക മാനസികാരോഗ്യ വ്യക്തിത്വ വികസനത്തെക്കുറിച്ച് ബോധവൽക്കരണ ക്യാമ്പും സംഘടിപ്പിച്ചു. ശാസ്ത്ര സാഹിത്യ പരിഷത്ത് പയ്യന്നൂർ മേഖലാ വൈസ് പ്രസിഡന്റ് PV ലക്ഷ്മണൻ നായർ ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് PV രാജീവൻ അധ്യക്ഷത വഹിച്ചു. TK പ്രഭാവതി ടീച്ചർ, ഹെൽത്ത് ഇൻസ്പെക്ടർ KP ശ്രീനിവാസൻ എന്നിവർ ക്ലാസ് എടുത്തു. ഹെഡ്മിസ്റ്റേഴ്സ് KP രമണി, A ജയപ്രകാശ്, PU ബിന്ദു ടീച്ചർ, KC മധു എന്നിവർ പ്രസംഗിച്ചു. കണ്ടങ്കാളി ശ്രീ കാരളി ഭദ്രകാളി ക്ഷേത്രം നവരാത്രി ആഘോഷത്തിന്റെ ഭാഗമായി ചെണ്ടമേളം അരങ്ങേറ്റം നടന്നു. ജൂനിയർ സീനിയർ വിഭാഗങ്ങളിലായി 50ഓളം പേർ അരങ്ങേറി. ചെറുതാഴം രാമചന്ദ്രമാരാരുടെ നേതൃത്വത്തിൽ പരിശീലനം നേടിയ 33ഓളം പേരാണ് ജൂനിയർ സീനിയർ വിഭാഗങ്ങളിലായി ചെണ്ടമേളം അരങ്ങേറ്റം നടത്തിയത്. കണ്ടങ്ങാളി കാരളി ശ്രീ ഭദ്രകാളി ക്ഷേത്രം നവരാത്രി മഹോത്സവത്തിന്റെ ഭാഗമായാണ് ചെണ്ടമേളം അരങ്ങേറ്റം സംഘടിപ്പിച്ചത്. അരങ്ങേറ്റത്തിന് സാക്ഷികളാവാൻ നിരവധി പേർ ക്ഷേത്രസന്നിധിയിൽ എത്തിച്ചേർന്നു. പയ്യന്നൂർ റോട്ടറി മിഡ് ടൗണിന്റെ ആഭിമുഖ്യത്തിൽ ലോക കൈകഴുകൽ ദിനാചരണം BMLP സ്കൂളിൽ നടന്നു. പരിപാടിയുടെ ഭാഗമായി ശുചിത്വ ബോധവൽക്കരണ ക്ലാസും നടന്നു. ഡോക്ടർ K പത്മനാഭൻ പ്രഭാഷണം നടത്തി. പ്രസിഡന്റ് സുരേഷ് അധ്യക്ഷനായി. സത്യജിത്ത്, അജിത്ത്, പ്രധാനാധ്യാപിക ജാക്ലിൻ ബിന്ന സ്റ്റാൻലി എന്നിവർ സംസാരിച്ചു. കുറച്ച് കഴിഞ്ഞാൽ ഈ മനുഷ്യക്കുട്ടി കുറച്ചുകൂടെ വലുതാവുമ്പോൾ ആദ്യം ഉണ്ടാവുക കൈ കൊണ്ടിങ്ങനെ വെറുതെ ഇങ്ങനെ എവിടെയെങ്കിലും ഒന്ന് അള്ളിയും പിടിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ചുറ്റുമുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ എവിടെയെങ്കിലും അള്ളി പിടിക്കുകയാണ് ചെയ്യുന്നത്. ഒരു വയസ്സ് ഏകദേശം കഴിഞ്ഞാലാണ് ഈ തള്ളവിരലും പെരുവിരലും നമ്മൾ കൂട്ടി പഠിക്കുക. അതിനുശേഷം കയ്യിൽ നിന്ന് വസ്തുക്കൾ നഷ്ടപ്പെടാതെ ഈ കയ്യിൽ പിടിച്ചിട്ട് നമുക്ക് തലയിലോ വായിലേക്കോ മാറ്റുലി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് KVDS മൈ സ്വീറ്റ് ഹോം, മാത്തിൽ, പയ്യന്നൂർ. തദ്ദേശ തിരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയ പാർട്ടികൾ ഏറ്റവും കൂടുതൽ പരിഗണന കൊടുക്കേണ്ടത് ഏത് വിഷയത്തിന്? പ്രേക്ഷകരുടെ പ്രതികരണങ്ങളിലേക്ക്. ഭക്ഷ്യവസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കുന്നതിന് വേണം പ്രാധാന്യം കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇന്ന് എല്ലാ മേഖലകളിലും നോക്കുന്ന സമയത്ത് ഇപ്പോൾ പല ഇതും ആവശ്യ സർവീസായി ഗവൺമെൻറ് പ്രഖ്യാപിക്കുന്നു. വിഷരഹിതമായ കൃഷി ഉൽപ്പാദിപ്പിക്കുന്ന കർഷകൻ ഇന്ന് ഒരു ആവശ്യ സർവീസ് അല്ലാതെ ഇന്നും പ്രഖ്യാപിക്കാൻ ഗവൺമെൻറ്റിന് മടി കാണിച്ചുകൊണ്ടിരിക്കും. കാരണം കർഷകർ ഇന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കർഷകൻ്റെ പ്രയത്നങ്ങളെ ഇന്ന് ഒരാവശ്യ സർവീസായിട്ട് പ്രഖ്യാപിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. പുതിയ ഭരണസമിതി അധികാരമേറ്റാൽ ആദ്യം ചെയ്യേണ്ട പ്രവർത്തനം റോഡ് ഗതാഗത യോഗ്യമാക്കണമെന്നാണ് പറയാനുള്ളത്. നമ്മുടെ പഞ്ചായത്തുകൾ അടിസ്ഥാനത്തിൽ മാലിന്യ സംസ്കരണ പ്ലാന്റുകൾ സ്ഥാപിക്കാനുള്ള ഒരുപാട് കാലമായിട്ട് ഒരുപാട് കേരള ജനതയുടെ മുറിവില്ല. പക്ഷേ അതിനോടൊന്നും ഏത് പഞ്ചായത്തായാലും പഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്നും അല്ല പഞ്ചായത്ത് അധികൃതരുടെ ഭാഗത്തുനിന്നും അല്ല പഞ്ചായത്തിനെ നിയന്ത്രിക്കുന്ന മറ്റ് സംസ്ഥാന സർക്കാരുകളുടെ ഭാഗത്തുനിന്നായാലും ആ ഒരു നിലപാട് ഇതുവരെ ഉണ്ടായിട്ടില്ല. വരുന്ന തെരഞ്ഞെടുപ്പിലെങ്കിലും ഏറ്റവും വലിയ ഒരു നമുക്ക് മുന്നോട്ട് വെക്കാനുള്ളത് മാലിന്യ സംസ്കരണം തന്നെയാണ്. ജനാധിപത്യ സംവിധാനം ഇന്ന് ഏറ്റവും നേരിടുന്ന വെല്ലുവിളി തൊഴിലില്ലായ്മ. അപ്പോൾ ആ തൊഴിലില്ലായ്മ ഓരോ ജില്ലാ തലത്തിലും ഓരോ പഞ്ചായത്ത് തലത്തിലും വിദ്യാഭ്യാസപരമായിട്ടും കാർഷിക മേഖലക്കായാലും വ്യാവസായിക മേഖലക്കായാലും കൂടുതൽ തൊഴിൽ പ്രാധാന്യം നൽകിയിട്ട് വരുന്ന ജനാധിപത്യ സംവിധാനത്തിൽ ആ മുന്നണികൾ യാതൊരു വിട്ടുവീഴ്ചയും ചെയ്യാതെ അഭ്യസ്തവിദ്യരായ വിദ്യാർത്ഥികൾക്ക് തൊഴിൽ കണ്ടെത്താനുള്ള ഇത് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് പഠന സഹായം ചെയ്യുക, സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരെ പ്രത്യേകിച്ച് കണ്ടെത്തിയിട്ട് അവരെ പരിപൂർണമായിട്ട് സഹകരിക്കും. ഏത് പാർട്ടി വിജയിച്ചാലും നാട്ടിലെ പുരോഗമന പ്രവർത്തനങ്ങൾക്ക് മുഖ്യ പ്രാധാന്യം കൊടുക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. നാട്ടിലെ ഓരോ വീടുകളിലും പച്ചക്കറി നട്ടിട്ട് വിഷലിപ്തമായ പച്ചക്കറികൾ വീടുകളിൽ നിന്ന് വാങ്ങാതെ നമുക്ക് സ്വന്തമായി ഉപയോഗിക്കാനുള്ള ഒരു സാഹചര്യം പഞ്ചായത്ത് ഉണ്ടാക്കി കൊടുക്കണം. അതുപോലെ തന്നെ ഇവിടുത്തെ തൊഴിലില്ലായ്മ, അതുപോലെ തന്നെ മലിനീകരണം, ഇതിനൊക്കെ മുൻകൈ എടുത്തുകൊണ്ട് ഇതൊക്കെ ഇല്ലാതാക്കാൻ വേണ്ടി വരുന്ന ഭരണസമിതി ശ്രമിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. മാറ്റുലി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് KVDS മൈ സ്വീറ്റ് ഹോം, മാത്തിൽ, പയ്യന്നൂർ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി.
തദ്ദേശ ഭരണ തിരഞ്ഞെടുപ്പ് പത്രിക സൂക്ഷ്മ പരിശോധന പൂർത്തിയായി. പയ്യന്നൂരിൽ 2 പത്രികകൾ വരണാധികാരി തള്ളി. പയ്യന്നൂരിൽ LDF തിരഞ്ഞെടുപ്പ് കൺവെൻഷൻ പി കരുണാകരൻ MPയും UDF കൺവെൻഷൻ സതീശൻ പാച്ചേനിയും ഉദ്ഘാടനം ചെയ്തു. ഒക്ടോബർ 15 അന്താരാഷ്ട്ര കൈകഴുകൽ ദിനം. സ്കൂളുകൾ കേന്ദ്രീകരിച്ച് വൈവിധ്യമാർന്ന പരിപാടികൾ. പാഠപുസ്തക വിതരണത്തിന്റെ 2ാം ഘട്ടവും അവതാളത്തിൽ. വിദ്യാർത്ഥികൾ ആശങ്കയിൽ. മാഹിയിൽ നിന്നും ബസിൽ കടത്തുകയായിരുന്ന 35 കുപ്പി വിദേശ മദ്യം പെരിങ്ങോം SIയും സംഘവും പിടിച്ചെടുത്തു. ഈ വാർത്തകൾ സമാപിച്ചു. നമസ്കാരം.